ആൻഡ്രോമീഡ ഗാലക്സി നമുക്ക് നന്നായിട്ട് ക്ലിയറായിട്ട് അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ അതിന് 6 പൂർണ്ണചന്ദ്രന്മാരുടെ വലിപ്പം ഉണ്ടാകുമായിരുന്നു. 6 പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞാൽ 6 ചന്ദ്രനെ അടുത്തടുത്ത് വെച്ചിട്ട് ഒരു വട്ടം അല്ലെങ്കിൽ ഒരു എലിപ്സ് വരച്ചാൽ എത്ര ഉണ്ടാവും അത്രയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ്രോമീഡ ഗാലക്സി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മളുടെ സ്വന്തം ഗാലക്സിയാണ് മിൽക്കി വേ അല്ലെങ്കിൽ ആകാശഗംഗ, ക്ഷീരപഥം എന്ന് പറയും. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ളൂ നമ്മുടെ ഗാലക്സിയിൽ നമുക്ക് അതിൻ്റെ അകത്തായതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല, പൂർണ്ണമായിട്ട് ഷേപ്പ് കാണാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ ഗാലക്സിയുടെ പുറത്തുള്ള ഏതാണ്ട് നമ്മുടെ മിൽക്കി വേയുടെ അതേ ഷേപ്പ് ഉള്ളതും അതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പമുള്ളതുമാണ് ആൻഡ്രോമീഡ ഗാലക്സി. ഏതാണ്ട് 25 ലക്ഷം പ്രകാശവർഷം ദൂരെയാണ് ആൻഡ്രോമീഡ ഗാലക്സി. അപ്പോൾ നമ്മൾ രാത്രി പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആൻഡ്രോമീഡ ഗാലക്സിയെ കാണുന്നില്ല? 6 പൂർണ്ണചന്ദ്രൻ്റെ വലിപ്പമുള്ളതിന് കാണണ്ടേ, പക്ഷേ അത്ര കാണുന്നില്ല. നമ്മൾ സാധാരണ നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലിയർ സ്കൈയിൽ നോക്കിക്കഴിഞ്ഞാലും ആൻഡ്രോമീഡ ഗാലക്സി ഒരു ചെറിയൊരു സ്റ്റാറിൻ്റെ അത്ര ഉണ്ടാവും. കുറച്ചും കൂടി നമുക്ക് ക്ലിയറുള്ള അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പഞ്ഞിക്കെട്ട് പോലെ കാണാൻ പറ്റും. ഇനി ചെറിയൊരു 4 ഇഞ്ച് ഇത്ര വലിപ്പമുള്ള ലെൻസുള്ള ടെലസ്കോപ്പൊക്കെ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു ചന്ദ്രൻ്റെ പകുതി വലിപ്പത്തിലൊക്കെ നമുക്കൊരു പഞ്ഞിക്കെട്ടായിട്ട് കാണാൻ സാധിക്കും. പിന്നെ വലിയ ടെലസ്കോപ്പുകളിൽ വലിയ ടെലസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ നല്ല ഈ പറഞ്ഞ പോലെ 6 ചന്ദ്രൻ്റെ വലിപ്പത്തിൽ അത്രയും വലുതായിട്ട് വിശാലമായിട്ട് കാണാൻ പറ്റും. ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ചയായിരിക്കും. അത് വലിയത് നല്ല അറിയാമല്ലോ, ചന്ദ്രൻ തന്നെ നമുക്ക് വലുതാണ്, അതിശയം തോന്നുന്ന രീതിയിലാണ്. 6 ചന്ദ്രൻ്റെ വലിപ്പത്തിൽ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഈ വലിയ ടെലസ്കോപ്പ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഇത്ര വലുതിന് പിന്നെ നമുക്ക് വലുതാക്കണ്ട. അതിൽ നിന്നുള്ള ലൈറ്റ് 25 ലക്ഷം പ്രകാശവർഷം ദൂരെ നിന്ന് വരുമ്പോൾ അതിൻ്റെ ലൈറ്റ് പ്രകാശം വളരെ മങ്ങിപ്പോവും അല്ലെങ്കിൽ വളരെ ഫീബിളായിപ്പോവും. അത് റിച്ച് ആക്കാനായിട്ടാണ്, അത് കുറച്ച് ബ്രൈറ്റ് ആക്കാനായിട്ടാണ് ഈ വലിയ ടെലസ്കോപ്പ് അല്ലെങ്കിൽ വലിയ ലെൻസ്. കാരണം അറിയാം, നമ്മുടെ കണ്ണെന്ന് പറഞ്ഞാൽ ഈ ചെറിയ കുഞ്ഞ് ഇതിൻ്റെ അകത്തൂടെയാണ് ഈ പ്രകാശം അകത്ത് കയറുന്നത്. പക്ഷേ 2 മീറ്ററോ 3 മീറ്ററോ 4 മീറ്ററൊക്കെ വലിയ മിററുള്ള ടെലസ്കോപ്പാണെങ്കിൽ അത്രയും ബഞ്ചായിട്ട് പ്രകാശം അതിലകത്തേക്ക് കയറി വളരെ റിച്ചായിട്ട് തീരുകയും ചെയ്യും. അപ്പോൾ ഇത്രയും അപ്പോൾ അത് ചിലപ്പോൾ ചില ജീവികൾക്ക് ഇപ്പോൾ ഈ പരുന്ത് കഴുകനൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഈ ചാണകവണ്ട്, അവർക്കൊക്കെ ചിലപ്പോൾ ഈ ഗാലക്സി ക്ലിയറായിട്ട് കാണാൻ പറ്റുമായിരിക്കും നമ്മുടെ മനുഷ്യരെക്കാളും. അതുകൊണ്ട് അവരുടെ കണ്ണിൻ്റെ പ്രത്യേകതയാണ്. പരുന്തിനൊക്കെ കഴിയുമായിരിക്കും, മിക്കവാറും കഴിയണം. പക്ഷേ നമുക്ക് കഴിയില്ല. നമുക്ക് ഈ പറയുന്ന പോലെ വലിയ ടെലസ്കോപ്പുകൾ വേണം. ഈ വലിയ ടെലസ്കോപ്പുകളിൽ ഇതുപോലത്തെ ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകളോ ദിവസങ്ങളോ ഈ സ്റ്റാഴ്സിനെ അല്ലെങ്കിൽ ഈ ഗാലക്സിനെ ഫോക്കസ് ചെയ്തിട്ട് അത് ഭൂമിയുടെ എതിരായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഭൂമി ഇങ്ങോട്ട് കറങ്ങുകയാണെങ്കിൽ ഈ ഫോക്കസിങ് തിരിച്ച് ട്രാക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ സ്റ്റാർ ട്രാക്കിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഈ സ്റ്റാർ ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടെന്ന് നമുക്ക് വലിയ ലെൻസുള്ള സൂമല്ല വലിയ വലിപ്പമുള്ള ലെൻസുള്ള SLR ക്യാമറ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ സ്റ്റാർ ട്രാക്കിംഗ് സിസ്റ്റവും കൂടെ ഉണ്ടെങ്കിൽ ട്രൈപോഡിൽ ട്രാക്കിംഗ് സിസ്റ്റം വെച്ചിട്ട് ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ഫോക്കസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ആൻഡ്രോമീഡ ഗാലക്സിയുടെ പിക്ചർ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അതുപോലെ കുറേ കൂട്ടുകാർ എടുക്കുന്നുണ്ട്, ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കാണും, അവരുടെ ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഈ ആൻഡ്രോമീഡ ഗാലക്സിയുടെ ടെക്നിക്കൽ ടൈം എന്ന് വെച്ചാൽ NGC 224 അല്ലെങ്കിൽ M31 അങ്ങനെയാണ് അറിയുന്നത്. പറഞ്ഞല്ലോ, ഇത് 25 ലക്ഷം പ്രകാശവർഷം ദൂരെയാണ്. പിന്നെ ഇതിലുള്ളതെന്ന് വെച്ചാൽ 1 ട്രില്യൺ സ്റ്റാർ എന്ന് വെച്ചാൽ 1 ഇട്ടിട്ട് ഒരു 12 സീറോസ്, അത്രയും സ്റ്റാർസ് ഉണ്ട്. പിന്നെ 1230 ബില്യൺ സോളാർ മാസ്. അപ്പോൾ സണ്ണിൻ്റെ മാസിൻ്റെ 1230 ബില്യൺ അറിയില്ല, 90 1230 90 അത്രയും സണ്ണിൻ്റെ മാസ് ഇതിനകത്തുണ്ട്. ആൻഡ്രോമീഡ ഗാലക്സിയായിട്ടുള്ള മറ്റു വിവരങ്ങൾ അടുത്ത ലക്കത്തിൽ. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജിരാജ്. താങ്ക്സ് ഫോർ വാച്ചിങ്.